സിബിലിങ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ റിയാനായിരുന്നു എനിക്കെല്ലാം. അവൻ എൻ്റെ വയറിലുണ്ടെന്ന് അറിഞ്ഞന്നു മുതൽ ഞാൻ അവൻ്റെ അടുത്ത് ഒത്തിറി സംസാരിക്കുമായിരുന്നു. മറ്റുള്ളവരെ കളിച്ച് തമാശയാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും ഞാൻ ഓരോന്നൊക്കെ പോസ്റ്റ് ചെയ്യുന്നതും. പക്ഷെ അതൊക്കെയും എൻ്റെ ഒറ്റപ്പെടൽ മാറ്റാനുള്ള എൻ്റെ ബുദ്ധിപരമായ നീക്കമായിരുന്നു. എൻ്റെ മൂഡ് സ്വിങ്സ് ഞാൻ തന്നെ കൺട്രോൾ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അത് ബാധിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കുഞ്ഞ് വയറിലുണ്ടാവുമ്പോൾ തന്നെ പല സ്കില്ലുകളും ഡെവലപ്പ് ആവുമെന്ന് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വായിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുഞ്ഞിനും അങ്ങനെ കുറേ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ കുറേ വരയ്ക്കുകയും ഓരോരോ ആർട്ടുകൾ ചെയ്യുകയും കുറേ ബുക്സ് വായിക്കുകയും ഒരുപാട് പാട്ടുകൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ ബോട്ടിൽ ആർട്ടും അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അതുകൊണ്ടാണോ എന്നറിയില്ല, ചെറുതായിട്ട് അവൻ ഓരോരോ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പണ്ട് മുതലേ മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. റിയാൻ ആയതിനു ശേഷം അവനത് എനിക്ക് വന്നു കഴിഞ്ഞാൽ അവൻ എന്നെ ശല്യം ചെയ്യുക